കേരളത്തിൽ വീണ്ടും നല്ല മഴക്കാലം വന്നു, ഒപ്പം പനിക്കാലവും. ശരിക്കും എല്ലാ പനിക്കും ഈ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടതായിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആശുപത്രിയിൽ രോഗികൾ പറയുന്നത് കേൾക്കാറുണ്ട്, സാറേ ഞങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് എഴുതുന്നില്ലേ, എന്താണ് എഴുതാത്തതെന്ന്. ശരിക്കും ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്, എപ്പോഴാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ പനികളും ബാക്ടീരിയ മൂലമുള്ള പനികളല്ല. പനി എന്ന് പറഞ്ഞാൽ തന്നെ ശരീരത്തിലുണ്ടാകുന്ന അസ്വാഭാവികത മൂലം നമ്മുടെ ശരീരഊഷ്മാവ് ഉയരുന്നതാണ്. അത് വൈറസ് കടക്കുന്നതാകാം, ബാക്ടീരിയ കടക്കുന്നതാകാം, പ്രൊട്ടസോവനം മൂലമാകാം, എൽമിന്തസ് മൂലമാകാം, അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന മറ്റെന്തെങ്കിലും ലിവറിനോ അല്ലെങ്കിൽ പാങ്ക്രിയാസിനോ ഒക്കെ ഉണ്ടാകുന്ന തകരാറ് മൂലമാകാം. ഈ കാരണങ്ങൾ മൂലമൊക്കെ നമ്മുടെ ശരീരത്തിൽ ശരീരോഷ്മാവ് വർദ്ധിക്കുകയും അത് പനിയായി കാണാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന പനികളൊക്കെ പുതിയ വൈറൽ ഫീവറാണ്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഡോക്ടേഴ്സ് VF എന്ന് എഴുതിയിട്ടുണ്ടാവും. നിങ്ങളുടെ ക്ലിനിക്കൽ ഹിസ്റ്ററിയിൽ അവരുടെ ഡയഗ്നോസിസിൽ VF എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വൈറസ് മൂലമുള്ള പനിക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട, കാരണം ബാക്ടീരിയ മൂലമുള്ള ഇൻഫെക്ഷനാണ് സാധാരണ അണുബാധയ്ക്കാണ് നാം ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത്. അത് നിങ്ങളെ പരിശോധിക്കുന്ന ഡോക്ടർമാർ കൃത്യമായി അത് ഡയഗ്നോസിസ് ചെയ്യുകയും നിങ്ങളുടെ രക്തം പരിശോധിക്കുകയും അതിൻ്റെ കൗണ്ട് പരിശോധിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ആൻറ്റിബയോട്ടിക്കുകൾ അവർ നിർദ്ദേശിക്കുക. അല്ലാതെ ആൻറ്റിബയോട്ടിക് നമ്മൾ ആവശ്യമില്ലാതെ കഴിക്കേണ്ട ഒരു സാധനമല്ല. ഇത് പറയാൻ കാരണം നമ്മുടെ WHO ഗൈഡ് ലൈൻസ് പ്രകാരം കേരള സർക്കാർ, കേരള ആരോഗ്യ വകുപ്പ് AMR എന്ന് പറയുന്ന ഒരു പോളിസി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പോളിസി എന്ന് പറയുന്ന ഒരു പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അനാവശ്യമായ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് തന്നെ ഒഴിവാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. നിങ്ങൾക്ക് വൈറസ് മൂലമുള്ള പനിയാണ്, പക്ഷേ നിങ്ങളുടെ ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഫം കട്ടിയായി നിങ്ങൾക്ക് സൈനസൈറ്റിസ് ആയിട്ടുണ്ട്, അതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഡോക്ടർ കൃത്യമായും നിങ്ങളെ അനലൈസ് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടുന്ന ആൻറ്റിബയോട്ടിക്കൽ കൃത്യമായി നിർദ്ദേശിക്കുകയും ചെയ്യും. അത് കൃത്യമായ ദിവസം കൃത്യമായ അളവിൽ കഴിക്കണം. അതല്ലാതെ രോഗികൾ ഡോക്ടറോട് സാറേ എനിക്ക് ആൻറ്റിബയോട്ടിക് വേണം, കാരണം ഇത് ചില ക്ലിനിക്കുകളിലൊക്കെ, സ്വകാര്യ ആശുപത്രികളൊക്കെ, സ്വകാര്യ ക്ലിനിക്കുകളൊക്കെ അനാവശ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്നത് കാണാറുണ്ട്. ശരിക്കും അത് ഗുണത്തേക്കാൾ ഉപരി ദോഷമാണ് ചെയ്യാറുള്ളത്. കാരണം കൃത്യമായ ദിവസം ഈ ആൻറ്റിബയോട്ടിക്, ഓരോ ആൻറ്റിബയോട്ടിക്കിനും കൃത്യമായ ദിവസങ്ങളുണ്ട്. ഇപ്പം മഴക്കാലമാണ്. മഴക്കാലത്ത് നിങ്ങൾക്ക് മസിൽ വേദനയോ പേശി വേദനയോ ഒക്കെ വരികയാണെങ്കിൽ ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്, അത് ഉചിതമായ ആൻറ്റിബയോട്ടിക്കാണ്. മഴക്കെട്ടിൽ ഈ വെള്ളക്കെട്ടിൽ മൂലം എലിപ്പനി വരാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകരുതലായി നമുക്ക് കഴിക്കാവുന്നതാണ്. അത് നമുക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട് കൃത്യമായി, ഡോക്സിസൈക്ലിൻ. അല്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ അനാവശ്യമായി കഴിക്കരുത്. നമുക്കൊരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ.